നമ്മുടെ ADGP MR അജിത് കുമാറിൻ്റെ കാര്യം എന്തായി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ADGP MR അജിത് കുമാറിൻ്റെ മൊഴി വീണ്ടും എടുത്തേക്കും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. RSS കൂടിക്കാഴ്ചയിലടക്കം മൊഴി രേഖപ്പെടുത്തും. അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ മൊഴിയെടുപ്പ്. തനിക്കെതിരായ എല്ലാ ആരോപണങ്ങൾക്കും പിന്നിലും ഗൂഢാലോചനയെന്നാണ് അജിത് കുമാറിന്റെ വാദം. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. പുരാണ ദിനാശംസകൾ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഓക്കെ ഉമേഷ്, ഈ വലിയ ഓണത്തിൻ്റെ ആഘോഷത്തിലും ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലുമൊക്കെ നമ്മൾ നിൽക്കുമ്പോഴും ADGP MR അജിത് കുമാറിന് എന്ത് പറ്റിയെന്നായിരിക്കും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാവേലി എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ADGP എപ്പോൾ തെറിക്കും എന്നതാണ് ഈ ഓണക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം ഉറപ്പായി, ഈ ഓണക്കാലത്ത് ADGP തെറിക്കാനുള്ള സാധ്യതയില്ല. ഇന്നലെ SITക്ക് മൊഴി കൊടുക്കുമ്പോൾ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് MR അജിത് കുമാർ. മാത്രമല്ല ഇതിനു പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായും DGPക്ക് മൊഴി കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു, അല്ലേ ഉമേഷ്? തീർച്ചയായും ഇന്നലെ ഏകദേശം 11:15 മൊഴിയെടുക്കൽ ആരംഭിച്ചു. ആ മൊഴിയെടുക്കലിൽ തനിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചു. PV അൻവർ ഉന്നയിച്ച ഏകദേശം 16ഓളം ആരോപണങ്ങൾ ഓരോന്നായി DGP ചോദിക്കുകയല്ല ചെയ്തത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, നിങ്ങളുടെ പരാതി അനുസരിച്ചുള്ള പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് DGP പറഞ്ഞത്. അതിനനുസരിച്ച് നേരത്തെ തന്നെ ADGP തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് തന്നെ പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്മേൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം DGP ധരിപ്പിച്ചു. ആ ധരിപ്പിച്ചതിലാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വാദം ഇപ്പോൾ ADGP നിരത്തുന്നത്. അതിന് തനിക്ക് തൻ്റെതായ തെളിവുകളുണ്ട്, അത് എഴുതി നൽകാനും അത് സമർപ്പിക്കാനും സമയം അനുവദിക്കണം. അതോടൊപ്പം അതായത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി മുന്നോട്ട് പോകണം. അത്തരമൊരു ഉറപ്പും DGPയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും മൊഴിയെടുക്കും ഇന്നലത്തോടുകൂടി അവസാനിക്കുന്നില്ല. കാരണം ഇന്നലെ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുകയും പറയുകയും ചെയ്തത്. പക്ഷേ ഇനി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതും ഈ വിഷയത്തിൽ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്, LDF യോഗത്തിലടക്കം പറഞ്ഞത് അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നടപടിയെടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ RSS നേതാക്കളെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കൽ ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റും. ഒരുപക്ഷെ ഒന്നോ നാളെയോ ആയി ആ മൊഴിയെടുക്കൽ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പൂർണ്ണമായി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ഒപ്പം ഇതിനു പിന്നിൽ ഗൂഢാലോചനയാണ്, വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യവും ADGP മുന്നോട്ട് വയ്ക്കുകയാണ്. നിലവിൽ ADGP കുറച്ച് രേഖകളും മറ്റ് തെളിവുകളും DGPക്ക് സമർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അക്കാര്യങ്ങൾ ഏത് രീതിയിൽ എപ്പോൾ സമർപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. തനിക്ക് ചോദ്യാവലി നൽകിയാൽ അതിന് ഉത്തരമായി ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകുന്നതിന് പകരം ഒരു ചോദ്യാവലി നൽകിയാൽ അതിനുത്തരം നൽകാമെന്നുള്ള ഒരു റിക്വസ്റ്റും അത്തരമൊരു അപേക്ഷയും DGPക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ ആദ്യം DGP ആയിരുന്നില്ല, തിരുവനന്തപുരം റേഞ്ച് IG സ്പർജൻ കുമാറിനോടായിരുന്നു മൊഴിയെടുക്കാൻ നിർദ്ദേശിച്ചത്. അതിനുശേഷം DGP തന്നെ മൊഴിയെടുക്കണമെന്ന് ADGP അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം സ്പർജൻ കുമാർ തന്നെക്കാൾ ജൂനിയർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ DGP തന്നെ മൊഴിയെടുക്കുന്നതാകും ഉചിതമെന്നായിരുന്നു ADGP തന്നെ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ADGP നേരിട്ട് മൊഴിയെടുക്കലിലേക്ക് കടന്നത്. പക്ഷേ ഇനി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില മൊഴികളും ADGP നൽകി. തന്റെ സ്വത്തും തന്റെ ബന്ധുക്കളുടെ സ്വത്തും സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാം, അതിന് സമയം അനുവദിക്കണമെന്നുള്ള അപേക്ഷയാണ് ADGP നൽകിയിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ADGP വ്യക്തത വരുത്തുന്നത്. ഒന്ന്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് DGPക്ക് മുന്നിൽ ചോദ്യാവലിയിൽ എഴുതി നൽകുന്നു. 2, RSS നേതാക്കളുമായി ഉള്ള കൂടിക്കാഴ്ച, അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. 3, അനധികൃത സ്വത്ത് സമ്പാദനം എന്ന PV അൻവറിന്റെ ആരോപണത്തിന്മേലുള്ള വിജിലൻസ് അന്വേഷണത്തിലെ മറുപടി, അതും ADGP MR അജിത് കുമാർ വ്യക്തമായും നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്ത് ADGPയെ കുറിച്ചുള്ള ചർച്ചയ്ക്കിന് വലിയ പ്രസക്തിയില്ല. ഇനി ഓണക്കാലം കഴിഞ്ഞിട്ട് ഈ അന്വേഷണം കഴിയുന്ന ഘട്ടത്തിൽ മാത്രമേ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. ഇന്നലെ നമ്മൾ MV ഗോവിന്ദ മാഷിന്റെ പ്രതികരണത്തിൽ നിന്നുകൂടി മനസ്സിലാക്കിയതാണ്.